ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചിക്കൻ മന്തീൻ്റെ മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനായിട്ടോ ഇടത്തരം പീസായിട്ടുള്ള 1 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ക്യാപ്സിക്കൻ ചെറുതായി നുറുക്കി അരിഞ്ഞതാണ് കേട്ടോ. അതും പിന്നെ ഒരു പിടി മല്ലിച്ചപ്പും ഒരു പിടി പുതിനച്ചപ്പുമാണ് കേട്ടോ വേണ്ടത്. അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഗരം മസാല, 2 ചിക്കൻ സ്റ്റോക്കും 1/4 കപ്പ് ഓയിലുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് ഇവിടെ വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലയും 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ചെറുതായി നുറുക്കിയ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഒരു പിടി മല്ലിച്ചപ്പും കുറച്ച് പുതിനച്ചപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചിക്കൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. അത് ഞാൻ 2 പാക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പാങ്ങിൽ പൊടിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അത് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിലും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാ ഇവിടെ നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്ലിം റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1-2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. മസാലയൊക്കെ നല്ല പോലെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് ചോറിനുള്ള അരി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ 1 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ബസ്മതി റൈസ്. അപ്പോൾ അത് ഞാൻ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ചട്ടിയിലോട്ടേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ചിക്കനൊക്കെ. അപ്പോൾ ഇതാ ചിക്കൻ മുഴുവനായും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം വേവുന്നവരെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചോറൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഡ്രൈ ലെമണും 2-3 ഏലയ്ക്കും അതുപോലെ ഗ്രാമ്പും കറുവപ്പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെള്ളം നല്ല പോലെ തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതും കൂടി ചേർത്ത് നല്ല പോലെ തിളക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർക്കാൻ വെച്ച അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അരി മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് 3/4 വേവാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം അരി. അപ്പോഴത്തേക്ക് ഇതാ ഞങ്ങൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2-4 കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചാർക്കോളും കൂടി ഒന്ന് കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് ദമ്മിടാം. അപ്പോൾ ഇതാ മസാലൻ്റെ മേലേക്ക് ഞാനിതാ ഊറ്റിയെടുത്ത ചോറ് ഞാൻ ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ചോറ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 പച്ചമുളകും കൂടി ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചെറുനാരങ്ങ നീരാണ്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കലർത്തിയിട്ടുണ്ട്. ഞാൻ കളറ് ചേർത്തിട്ടില്ല, അതിന് പകരം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചാർക്കോൾ കത്തിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചാർക്കോൾ ഇട്ട് അതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി ചിക്കൻ മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളെ സ്പെഷ്യൽ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം മറക്കാതെ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.